പേരൂർക്കടയിൽ മാലമോഷണ കുറ്റം ആരോപിച്ച് യുവതിയെ കുടുക്കിയ സംഭവത്തിൽ പരാതിയിൽ ഉറച്ചുനിന്ന വീട്ടമ്മ ഓമന ഡാനിയൽ മാല കാണാതായെന്ന പരാതി സത്യമാണെന്ന് ചോദ്യം ചെയ്യലിൽ ഓമന ഡാനിയൽ ആവർത്തിച്ചു. പത്തനംതിട്ട ഡിവൈഎസ്പി കെ വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓമന ഡാനിയലിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. മോഷണക്കുറ്റം ആരോപിച്ച ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചാണ് മോഷണ പരാതി നൽകിയ വീട്ടുടമസ്ഥ ഓമന ഡാനിയലിന്റെ മൊഴിയെടുത്തത്. ചോദ്യം ചെയ്യലിൽ താൻ നൽകിയ പരാതി സത്യമാണെന്ന് ഓമന ഡാനിയൽ ആവർത്തിച്ചു. നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയത് വീടിന്റെ പിറകിൽ നിന്നാണ്. മാല കാണാതായി എന്നത് സത്യമാണ്. വീട്ടിനുള്ളിൽ ഇരുന്ന മാലയാണ് മോഷണം പോയതെന്നും ഓമന ഡാനിയൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കഴിഞ്ഞ ദിവസം വീട്ടുടമസ്ഥയുടെ മൊഴി രേഖപ്പെടുത്തിയത്. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട ബിന്ദുവിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഏപ്രിൽ 23-നാണ് ജോലി ചെയ്ത വീട്ടിൽ നിന്നും മാല മോഷ്ടിച്ചെന്നാരോപിച്ച് ബിന്ദുവിനെ പേരൂർക്കട സ്റ്റേഷനിൽ 20 മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ നൽകാതെ പിടിച്ചുവെച്ചത്. സംഭവത്തിൽ പേരൂർക്കട SHO ശിവകുമാറിനെ സ്ഥലം മാറ്റുകയും SI പ്രസാദിനെ സസ്പെൻഡും ചെയ്തിരുന്നു. പോലീസുകാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായത്. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.